എല്ലാവർക്കും നമസ്കാരം. 8th സ്റ്റാൻഡേർഡിന്റെ ഫിസിക്സിന്റെ നെക്സ്റ്റ് ചാപ്റ്റർ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രിസിറ്റി, കാന്തികതയും വൈദ്യുതിയും. കേട്ടോ, അവിടെ നിന്നൊക്കെ ഞങ്ങളുടെ സ്കൂളിലെ കാര്യങ്ങളാണല്ലേ. അവിടെ നിന്നൊക്കെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുകയാണ് കുട്ടികൾ. എന്താ സാർ ഇവിടെ നിൽപ്പുണ്ട്. അവിടെ അവർ കാണുന്ന എന്താണ്, ഒരു മാഗ്നറ്റ് ആണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. അതിന്റെ മുകളിൽ എന്തൊരു വസ്തു വെച്ചപ്പോൾ എന്താണ്, അത് എയറിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, ഹൗ ഡസ് ഇറ്റ് ഫ്ലോട്ട് ഇൻ ദ എയർ? അതെങ്ങനെയാണ് വായുവിൽ ഉയർന്നു നിൽക്കുന്നതെന്ന്. അപ്പൊ സാറ് പറയുകയാണ്, ഇറ്റ് ഈസ് ഡ്യൂ ടു മാഗ്നറ്റിക് റിപ്പൽഷൻ, കാന്തിക വികർഷണമാണ് ഇതിന് കാരണമെന്ന് സാർ എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. അപ്പം നിങ്ങൾക്ക് അറിയാം അല്ലേ, മാഗ്നറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. കാന്തത്തിന് എന്താണ്, ആകർഷിക്കാനും വികർഷിക്കാനും കഴിയുമെന്ന് പഠിച്ചിട്ടുണ്ട്. കാന്തത്തിന് എന്താണ്, അട്രാക്റ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്, അതുപോലെ തന്നെ എന്ത് പ്രോപ്പർട്ടി ഉണ്ട്, റിപ്പൽസീവ് പ്രോപ്പർട്ടി ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ഡെയിലി ലൈഫിൽ നിങ്ങൾ കാണുന്ന കുറച്ച് എക്സാമ്പിൾസ്, അല്ലെങ്കിൽ മാഗ്നറ്റ്, കാന്തം ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസിൽ മാഗ്നറ്റ് അല്ലെങ്കിൽ കാന്തം ഉപയോഗിക്കുന്നുണ്ട് ഇല്ല. പക്ഷെ അത് നിങ്ങൾക്ക് അറിയുന്നില്ല. അപ്പം പല ഡിവൈസസുകളൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് കാണുന്നില്ല. ഡെയിലി ഉപയോഗിക്കുന്ന പല പല സിറ്റുവേഷൻസിലും മാഗ്നറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറച്ച് സിറ്റുവേഷൻസ് എക്സാമ്പിൾസ് നോക്കാമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതാ ഇവിടെ എന്താ ചിത്രം കൊടുത്തിരിക്കുന്നത്, എന്താണ്, അതൊരു MRI സ്കാനിൻ്റെ ആണല്ലേ. നമുക്കറിയാം ഹോസ്പിറ്റലിലൊക്കെ MRI സ്കാൻ ചെയ്യുന്ന അറിയാം ഇല്ലേ. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്നത് ഈ മാഗ്നറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ കുട്ടി എന്താണ്, ഹെഡ്ഫോൺ കണ്ടില്ലേ, നിങ്ങളൊക്കെ ചെയ്യുന്നതല്ലേ, ഫോണും കമ്പ്യൂട്ടറൊക്കെ വാച്ച് ചെയ്യാൻ നേരത്തെ ഹെഡ്ഫോൺസ് ഉപയോഗിക്കാറുണ്ട് അല്ലേ. ഹെഡ്ഫോൺസിലും എന്താണുള്ളത്, മാഗ്നറ്റ് ആണുള്ളത്. അപ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ എന്താ, വേറെ ഏതൊക്കെ സിറ്റുവേഷൻസ് നമുക്ക് പറയാം, ലൗഡ് സ്പീക്കർ ഇല്ലേ, നിങ്ങൾക്ക് അറിയാമല്ലോ, ലൗഡ് സ്പീക്കർ അറിയാമല്ലോ, നമ്മുടെ സ്പീക്കർ ലൗഡ് സ്പീക്കറിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് മോട്ടോഴ്സ് ഇല്ലേ, ഇലക്ട്രിക് മോട്ടോഴ്സ് ഇതിലൊക്കെ എന്താണ്, കാന്തമുണ്ട്, കാന്തികതയിൽ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ വേറെ എക്സാമ്പിൾസ് നമുക്ക് പറയാം, ജനറേറ്റേഴ്സ് കേട്ടോ. ജനറേറ്റർ ഉണ്ടല്ലോ, കേട്ടില്ല, ജനറേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ടോയ്സ് ഉണ്ടല്ലോ, മാഗ്നറ്റിക് ടോയ്സുകളൊക്കെ ഉണ്ട്. നിങ്ങൾ ചെറിയ ചെറിയ ടോയ്സുകളൊക്കെ കണ്ടല്ലേ. അപ്പോൾ അതൊക്കെ മാഗ്നറ്റ് ഉപയോഗിക്കുന്ന ടോയ്സുകളുണ്ട്, മാഗ്നറ്റിക് ടോയ്സുകളുണ്ട്. പിന്നെ മാഗ്നറ്റിക് ലോക്ക് കേട്ടോ, മാഗ്നറ്റ് ഉപയോഗിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പം ഡെയിലി ലൈഫിൽ തന്നെ നമുക്ക് ഒരുപാട് സിറ്റുവേഷൻസിൽ മാഗ്നറ്റ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ATM കാർഡൊക്കെ ഉണ്ടല്ലോ, ATM കാർഡിലൊക്കെ അത് മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടി അനുസരിച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ക്രെഡിറ്റ് കാർഡ്, ATM കാർഡൊക്കെ ഉണ്ടല്ലോ. അതുപോലെ നിങ്ങൾ ട്രെയിനിൻ്റെ കാര്യം കേട്ടിട്ടുണ്ടായിരിക്കില്ല, മാഗ്ലേവ് ട്രെയിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അതിന് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നതാണ് ഇലക്ട്രിക് മോട്ടോഴ്സ് അല്ലേ. നമ്മുടെ എല്ലാവരുടെയും വീഡിയോയുടെ ഹെഡ്ഫോൺ, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതിലൊക്കെ എന്താണ്, കാന്തികതയുണ്ട്, അതായത് മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ എല്ലാ മാഗ്നറ്റും നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നവയാണോ? ഇതിലെല്ലാം മാഗ്നറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയെങ്കിൽ ഈ മാഗ്നറ്റ് ഒക്കെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നവയാണോ? എല്ലാം ആണോ? അല്ല. ശരിയല്ല, എല്ലാം പ്രകൃതിയിൽ നിന്നാണോ കിട്ടുന്നത്? അല്ല, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന മാഗ്നറ്റും ഉണ്ട്, അല്ലാതെ മാൻമെയ്ഡ് ആയിട്ടുള്ള, അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ടാക്കുന്ന മാഗ്നറ്റുകളും ഉണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അവിടെ എഴുതിയിരിക്കുന്നുണ്ട്, നാച്ചുറൽ മാഗ്നറ്റ്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്, അതായത് സ്വാഭാവിക കാന്തങ്ങൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നവയുണ്ട്, അതുപോലെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മാഗ്നറ്റ്സ് ഉണ്ട്. എന്ന് നോക്കിയേ, നാച്ചുറൽ മാഗ്നറ്റ്സ് ആർ ദ മാഗ്നറ്റ്സ് ദാറ്റ് ആർ ഒബ്റ്റൈൻഡ് ഡയറക്ട്ലി ഫ്രം ദ നേച്ചർ, അതായത് പ്രകൃതിയിൽ നിന്ന് ഡയറക്ട്ലി കിട്ടുന്നവയാണ് നമ്മൾ എന്തോന്ന്, സ്വാഭാവിക കാന്തങ്ങൾ അല്ലെങ്കിൽ നാച്ചുറൽ മാഗ്നറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അങ്ങനെ ഒരു മാഗ്നറ്റിന് എക്സാമ്പിൾ ആണ് ലോഡ് സ്റ്റോൺ കേട്ടോ. നാച്ചുറൽ മാഗ്നറ്റിന് എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം, ലോഡ് സ്റ്റോൺ എഴുതണം കേട്ടോ. നാച്ചുറൽ മാഗ്നറ്റിന് എക്സാമ്പിൾ ആണ് ലോഡ് സ്റ്റോൺ. ഇനി ഈ മാഗ്നറ്റിനെ നമുക്ക് കൃത്രിമമായിട്ട് നിർമ്മിക്കാമെന്ന് മനുഷ്യൻ മനസ്സിലാക്കി. അതനുസരിച്ചിട്ട് പല ഷേപ്പിലും ആകൃതിയിലും വലിപ്പത്തിലും ഒക്കെ നമ്മൾ കാന്തം അല്ലെങ്കിൽ മാഗ്നറ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ മാഗ്നറ്റ് ശരിക്കും ഉണ്ടാക്കുന്നത് കറക്റ്റായിട്ടൊരു സംഭവത്തിൽ നിന്നൊന്നും അല്ല, അതായത് അലോയ്സ് ഉപയോഗിച്ചാണ്. ലോഹസങ്കരങ്ങളുണ്ടല്ലോ, ലോഹസങ്കരങ്ങൾ കേട്ടോ. ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് ആർ മെയ്ഡ് യൂസിങ് മെറ്റൽ അലോയ്സ്. ലോഹസങ്കരങ്ങളില്ലേ, മെറ്റൽ അലോയ്സ്, ലോഹസങ്കരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എന്താണ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഓർക്കേണ്ട ഒരു പോയിന്റ് ആണ്, ഏതാണ്, നാച്ചുറൽ മാഗ്നറ്റ്. നാച്ചുറൽ മാഗ്നറ്റിന് എക്സാമ്പിൾ ഏതാണ്, ലോഡ് സ്റ്റോൺ ആണ്. ഇനി ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന മാഗ്നറ്റ് എന്തുപയോഗിച്ചിട്ടാണ്, അലോയ്സ്, മെറ്റൽ അലോയ്സ് ഉപയോഗിച്ചിട്ടാണ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ഉണ്ടാക്കുന്നത്. ക്ലിയർ ആയല്ലോ? അങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു മാഗ്നറ്റ് ആണ് അൽനിക്കോ മാഗ്നറ്റ്സ് എന്ന് പറയും. അൽനിക്കോ മാഗ്നറ്റ്സ്, അൽനിക്കോ എന്ന് പറയുമ്പോൾ അതെന്താണ്, അലോയ്സ് ആണ് കേട്ടോ. അലോയ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ചേർന്നതാണ് അലോയ്സിൽ? അലുമിനിയം ഉണ്ട്, അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, അയൺ. മനസ്സിലാവുന്നുണ്ടോ? അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, അയൺ,
എന്നിവയുടെ ലോഹ സങ്കരമാണ് അൽനിക്കോ മാഗ്നറ്റ് എന്ന് പറഞ്ഞു. അൽനിക്കോ മാഗ്നറ്റ് എന്താണ്? ഒരു ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ആണ്. മനസ്സിലായല്ലോ? അപ്പൊ അൽനിക്കോയിൽ എന്തെല്ലാം ഉണ്ട്? അലുമിനിയം ഉണ്ട്, നിക്കൽ ഉണ്ട്, കൊബാൾട്ട് ഉണ്ട്, അയൺ ഉണ്ട്. ക്ലിയർ ആയല്ലോ? ഇനി അനദർ ടൈപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ആണ് സെറാമിക് മാഗ്നറ്റ് അല്ലെങ്കിൽ ഫെറൈറ്റ് മാഗ്നറ്റ് എന്ന് പറയും. സെറാമിക് മാഗ്നറ്റ് അല്ലെങ്കിൽ ഫെറൈറ്റ് മാഗ്നറ്റ്. അതെങ്ങനെയാന്ന് നോക്കിയേ. ദീസ് ആർ മെയ്ഡ് ബൈ മിക്സിംഗ് അയൺ ഓക്സൈഡ് വിത്ത് കാർബണേറ്റ്സ് ഓഫ് എലമെന്റ്സ് ലൈക്ക് ബേരിയം ഓർ സ്ട്രോൺഷ്യം. എന്താണ് പറയുന്നത്? ഇരുമ്പിന്റെ ഓക്സൈഡ് ഉണ്ടല്ലോ, അയൺ ഓക്സൈഡ്, ഇരുമ്പിന്റെ ഓക്സൈഡ്, അതുപോലെ ബേരിയം അല്ലെങ്കിൽ സ്ട്രോൺഷ്യം കേട്ടോ, അതുപോലെയുള്ള മൂലകങ്ങളുടെ കാർബണേറ്റുകളും ചേർത്താണ് ഉണ്ടാക്കുന്നത് സെറാമിക് അല്ലെങ്കിൽ ഫെറൈറ്റ് മാഗ്നറ്റ്സ്. ക്ലിയർ ആയല്ലോ? അപ്പം സെറാമിക് അല്ലെങ്കിൽ ഫെറൈറ്റ് മാഗ്നറ്റ്സിൽ എന്തൊക്കെയാണുള്ളത്? അയൺ ഓക്സൈഡ് ഉണ്ട്. അയൺ ഓക്സൈഡിന്റെ കൂടത്തിൽ ബേരിയം അല്ലെങ്കിൽ സ്ട്രോൺഷ്യം ഉണ്ടല്ലോ, അതിന്റെ കാർബണേറ്റ്സും കൂടെ ചേർത്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്? സെറാമിക് അല്ലെങ്കിൽ ഫെറൈറ്റ് മാഗ്നറ്റ് ഉപയോഗിക്കുന്നത്. നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന അൽനിക്കോ മാഗ്നറ്റ്സ് ആണ് കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് എല്ലാം നോർമലി അൽനിക്കോ മാഗ്നറ്റ്സ് ആണ്. അപ്പൊ അൽനിക്കോ എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക, അതിൽ എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ഇത് രണ്ടും എന്താണ്? ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ആണ് ഇല്ലേ? ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ആണ് അൽനിക്കോ മാഗ്നറ്റും സെറാമിക് മാഗ്നറ്റും. നാച്ചുറൽ മാഗ്നറ്റിന് എക്സാമ്പിൾ മനസ്സിലായല്ലോ? ലോഡ്സ്റ്റോണും ആണ്. 1 മാർക്കിനൊക്കെ ചോദിക്കാം കേട്ടോ, മനസ്സിലാക്കിയിരിക്കുക. ഇതവിടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചിത്രം കൊടുത്തിട്ടുണ്ട്. നാച്ചുറൽ മാഗ്നറ്റ് ഉണ്ടല്ലോ, ഇതുണ്ടല്ലേ നാച്ചുറൽ മാഗ്നറ്റ്, ലോഡ്സ്റ്റോൺ. ഇതൊരു നാച്ചുറൽ മാഗ്നറ്റ് ആണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്, പക്ഷെ ഭയങ്കര ശക്തമായിട്ടുള്ളൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഒന്നും ഉണ്ടാവില്ല. നാച്ചുറലിൽ നിന്ന് കിട്ടുന്നതാണല്ലോ. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ എന്താണ് സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പം നാച്ചുറൽ മാഗ്നറ്റ് ലോഡ്സ്റ്റോൺ ആണ്, പക്ഷെ അതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവും. എന്നാലും അത്രയും ശക്തമായിട്ടുള്ളൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പം ദിസ് ഈസ് ദ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ആൻഡ് നാച്ചുറൽ മാഗ്നറ്റ്. മനസ്സിലായല്ലോ? ഇനി നമുക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ട് പലതരത്തിലുള്ള മാഗ്നറ്റ്സിനെ കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കണ്ടില്ലേ? ടെക്സ്റ്റ് ബുക്കിൽ ചിത്രം കൊടുത്തിരിക്കുന്നുണ്ടോ? സിമിലർ മാഗ്നറ്റ്സ് ഉണ്ടല്ലേ? അതായത് നോക്കിയാൽ ഇങ്ങനെയുള്ള മാഗ്നറ്റിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് നീഡിൽ എന്ന് പറയും കേട്ടോ. ഇതൊക്കെ ബേസ് ആണ് കേട്ടോ. മാഗ്നറ്റിക്സിനെ കുറിച്ചുള്ള ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഹയർ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ, എസ്പെഷ്യലി 10th വരുമ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പം ഇപ്പൊ ഈ ബേസ് ആണ്, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി പോകണം കേട്ടോ. അല്ലെങ്കിൽ 10th വരുമ്പോൾ നിങ്ങൾക്ക് ബാക്കി അടിച്ച് 8th വരേണ്ടി വരും. അപ്പൊ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പോവുക. അപ്പൊ ഇതാ നോക്കിയേ, ഇതെന്താണ്? ഇതിന്റെ പേരെന്താണ്? മാഗ്നറ്റിക് നീഡിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കൊണ്ടല്ലോ, ഇതൊരു മാഗ്നറ്റ് ആണ്. ഇതിന് പറയുന്ന പേര് റിംഗ് മാഗ്നറ്റ് എന്നാ പറയുന്നത് കേട്ടോ. റിംഗ് ഷേപ്പിലല്ലേ, അപ്പം റിംഗ് മാഗ്നറ്റ്. പിന്നെ അതായത് കൊണ്ടല്ലേ, ഇതെങ്ങനെയാണ്? ഒരു ബാർ പോലെ ആയിരിക്കുന്നില്ല. അപ്പൊ എന്ത് പറയാം? ഇതിനെ ബാർ മാഗ്നറ്റ് എന്ന് പറയാം. എന്താണ്? ബാർ മാഗ്നറ്റ്. ഇതെന്താണ്? ഒരു ഡിസ്ക് പോലെ ആയിരിക്കുന്നു കേട്ടോ. അപ്പൊ അതിനെ പറയുന്ന പേര് ഡിസ്ക് മാഗ്നറ്റ് എന്നാണ് കേട്ടോ. ഡിസ്ക് മാഗ്നറ്റ്. അതായത് കണ്ടില്ലേ, ഇതൊരു മാഗ്നറ്റ് ആണ്. ഇതിനെ നമ്മൾ പറയുന്ന ഹോഴ്സ് ഷൂ മാഗ്നറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഹോഴ്സ് ഷൂ മാഗ്നറ്റ് എന്ന് പറയുന്നത്. അതായത് കുതിരയുടെ കാലിൻ്റെ അടിയിലൊക്കെ ഒരു ചെറിയൊരു ഇതുപോലെ വെക്കാറുണ്ടല്ലോ. അപ്പൊ അതാണ് ആ ഷേപ്പിലിരിക്കുന്നതാണ് അതിനെ ഹോഴ്സ് ഷൂ മാഗ്നറ്റ് എന്ന് പറഞ്ഞത്. ഇതുപോലെ തന്നെ കറക്റ്റ് യു ഷേപ്പിലിരിക്കുന്ന മാഗ്നറ്റ് ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ കറക്റ്റ് യു ഷേപ്പിലിരിക്കുന്ന മാഗ്നറ്റ് ഉണ്ട്. ഇതിങ്ങനെ അതായത് കുറച്ചിത്ര ചേർന്നാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഹോഴ്സ് ഷൂ മാഗ്നറ്റ് എന്ന് പറഞ്ഞത്. അല്ലാതെ കറക്റ്റ് യു ഷേപ്പിലിരിക്കുന്ന മാഗ്നറ്റും ഉണ്ട്. മനസ്സിലായല്ലോ? ഇത് എന്താണ്? ഇതിനെ പറയുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയും. അതായത് ഒരു അയണ്ണയിൽ നമ്മൾ എടുത്തിരിക്കുക, ഒരു ആണി നമ്മളെടുത്തു, ആണിയിലേക്ക് നമ്മൾ എന്താണ് കമ്പികൾ ചുറ്റി, എന്നിട്ട് അതിലേക്ക് ഒരു ബാറ്ററി വെച്ച് കണക്ഷൻ കൊടുത്തു. അപ്പൊ ഇതെന്തായിട്ട് മാറുന്നുണ്ട്? ഇതൊരു മാഗ്നറ്റ് ആയിട്ട് മാറി. ഇതൊക്കെ എന്താണ്? ഇതിനൊക്കെ സ്വാഭാവികമായിട്ട് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. ഈ അയണ്ണയിലേക്ക് ഇലക്ട്രിസിറ്റിയുടെ കണക്ഷൻ വിട്ട് കഴിഞ്ഞാൽ അത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടായല്ലോ. അപ്പൊ ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിയുമ്പോൾ ഒരു അയണ്ണയിൽ എന്തായിട്ട് മാറുന്നുണ്ട്? ഒരു മാഗ്നറ്റ് ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു മാഗ്നറ്റിനെ പറയുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയും. ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിയുമ്പോൾ മാഗ്നറ്റ് ആകുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം എന്താണ്? മാഗ്നറ്റ്സ് ആണ്. മനസ്സിലായല്ലോ? ഇനി ഈ മാഗ്നറ്റിന് എങ്ങനെയാണ്? പൊതുവായിട്ടുള്ള കുറച്ച് സ്വഭാവങ്ങളൊക്കെ ഉണ്ടല്ലേ, ജനറൽ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ? നമുക്കറിയാം മാഗ്നറ്റിന് എന്താണുള്ളത്? 2 പോൾ ഉണ്ടെന്ന് അറിയാം ഇല്ലേ? 2 പോൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് പോൾസ് എന്ന് പറഞ്ഞാൽ? മാഗ്നറ്റിന്റെ പോൾസ് ഏതൊക്കെയാണ്? നോർത്ത് പോള് ഇല്ലേ? നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. മനസ്സിലാവുന്നല്ലോ? ഇനി ഈ നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടെങ്കിലും അതിനെന്താണ്? ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് അല്ലേ? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പഠിച്ചതാണല്ലേ. സെയിം പോൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് റിപ്പൽ ചെയ്യും ഇല്ലേ? അൺലൈക്ക് പോൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അട്രാക്ട് ചെയ്യുന്നൊക്കെ പഠിച്ചതാണ് അല്ലേ? ആ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇവിടെ ഒന്നും ജസ്റ്റ് നോക്കുവാണ്. കണ്ടില്ലേ? നോർത്ത് പോളും അല്ലെ? നോർത്ത് പോൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ലൈക്ക് പോൾസ് ആണ് അല്ലേ? ലൈക്ക് ഒരേപോലെയുള്ള പോൾസ്. അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അകന്നു പോകുന്നത്, അതായത് റിപ്പൽഷൻ ആണ് സംഭവിക്കുന്നത്. റിപ്പൽഷൻ
അല്ലെ. റിപ്പൽഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? വികർഷണം എന്ന് പറയും. അതായത് ഇവിടെ സൗത്തും അല്ലെ, സൗത്തും എന്ത് സംഭവിക്കും? അവിടെ എന്താണ്? ലൈക്ക് പോൾസ് ആണ്. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? റിപ്പൽഷൻ സംഭവിക്കുന്നുണ്ട് അല്ലേ. ദെൻ നോർത്തും സൗത്തും എന്ന് പറയുമ്പോൾ എന്താണ്? അൺലൈക്ക് പോൾസ് ആണ് അല്ലേ, അൺലൈക്ക് പോൾസ് ആണ്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അട്രാക്ഷൻ ആണ് സംഭവിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം തന്നെയാണ് അല്ലേ. ലൈക്ക് പോൾസ് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചാണ്. ലൈക്ക് പോൾസ് ആണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? റിപ്പൽഷൻ ആണ്. ലൈക്ക് പോൾസ് ആണെങ്കിൽ റിപ്പൽഷൻ ആണ്. അൺലൈക്ക് പോൾസ് ആണെങ്കിൽ എങ്ങനെയാണ്? അട്രാക്ഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പം ഒരു മാഗ്നറ്റിനെ സംബന്ധിച്ചോളം അതിന് 2 പോൾ ഉണ്ടായിരിക്കും. ഇപ്പം നമ്മളൊരു ബാർ മാഗ്നറ്റ് ഇങ്ങനെ എടുത്ത് ചോദിച്ചു, ഇതൊരു ഒറ്റ മാഗ്നറ്റ്, ഇവിടെ എന്താണ്? നോർത്തും സൗത്തും ഉണ്ട്. അതിന് നമ്മൾ ബ്രേക്ക് ചെയ്ത് ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് നോർത്ത് ആണെങ്കിൽ ബ്രേക്ക് ചെയ്ത് 2 ചോദിച്ചു. അപ്പോൾ ബ്രേക്ക് ചെയ്ത് 2 എന്താണ്? ഇത് നോർത്ത് ആണെങ്കിൽ ഈ ഒരു പോർഷൻ സൗത്ത് ആയിരിക്കും, പിന്നെ ഇത് നോർത്തും സൗത്തും ആയിരിക്കും. അപ്പം എങ്ങനെയായാലും മാഗ്നറ്റ് ഒരു എന്താണ്? സിംഗിൾ പോളായിട്ട് എക്സിസ്റ്റ് ചെയ്യില്ല. മാഗ്നറ്റ് എപ്പോഴും ഒരു ഡൈപോളായിട്ട് എക്സിസ്റ്റ് ചെയ്തുള്ളൂ. അതായത് മാഗ്നറ്റിന് എന്താണ്? 2 പോളുകൾ ഉണ്ടായിരിക്കും, നോർത്ത് പോളും സൗത്ത് പോളും. മനസ്സിലായല്ലോ കാര്യങ്ങൾ? അതായത് ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ട് ആ ടേബിൾ നമുക്കൊന്ന് ചെയ്യാം. എന്താന്ന് നോക്കിയാൽ ആക്ടിവിറ്റി ആണ് പറഞ്ഞിരിക്കുന്നത്. വെൻ ദ നോർത്ത് പോൾസ് ആർ ബ്രോട്ട് ക്ലോസ് ടു ഈച്ച് അതർ. നോർത്ത് പോൾസ് തമ്മിൽ അടുപ്പിച്ച് വന്നു. അപ്പൊ എന്ത് സംഭവിക്കും? റിപ്പൽഷൻ സംഭവിക്കും. അതായത് റിപ്പൽ ചെയ്യുന്നു ഇവിടെ എഴുതിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? വെൻ ദ നോർത്ത് പോൾ ആൻഡ് ദ സൗത്ത് പോൾ ആർ ബ്രോട്ട് ക്ലോസ് ടു ഈച്ച് അതർ. നോർത്ത് പോളും സൗത്ത് പോളും കൂടെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അട്രാക്ട് ചെയ്യും ഇല്ല, അട്രാക്ട്സ് എന്ന് എഴുതാം. അട്രാക്ട് ചെയ്യും നമ്മൾ പറഞ്ഞു. ഇനി വെൻ ദ സൗത്ത് പോൾസ് ആർ ബ്രോട്ട് ക്ലോസ് ടു ഈച്ച് അതർ. സൗത്ത് പോൾസ് അടുപ്പിച്ചുകൊണ്ടിരുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ എന്താണ് സംഭവിക്കുന്നത്? റിപ്പൽഷൻ ആണ് സംഭവിക്കുന്നത്. റിപ്പൽസ് എന്ന് പറയാം അല്ലേ. റിപ്പൽസ് അല്ലെങ്കിൽ റിപ്പൽ ഈച്ച് അതർ എന്നൊക്കെ നമുക്ക് പറയാം. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ലൈക്ക് പോൾസ് ആണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ഓർത്താണ്. ലൈക്ക് പോൾസ് ആവുകയാണെങ്കിൽ റിപ്പൽഷൻ ആണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ അൺലൈക്ക് പോൾസ് ആണെങ്കിൽ എന്താണ്? അട്രാക്ഷൻ ആണ് സംഭവിക്കുന്നത്. മനസ്സിലായല്ലോ? അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതാന്ന് നോക്കിയാൽ ലൈക്ക് പോൾസ് ഓഫ് മാഗ്നറ്റ് റിപ്പൽ ആൻഡ് അൺലൈക്ക് പോൾസ് അട്രാക്ട്. ഓർത്തോണം, മാഗ്നറ്റിന്റെ പോൾസിനെ സംബന്ധിച്ചുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ലൈക്ക് പോൾസ് ആണെങ്കിൽ എങ്ങനെയാണ്? അവിടെ എന്താണ്? റിപ്പൽ ചെയ്യും. അൺലൈക്ക് പോൾസ് ആണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അട്രാക്ട് ചെയ്യും. കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? ഇനി നമുക്കിവിടെ ഒരു ആക്ടിവിറ്റി ചെയ്യാം. അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. പിക്ചർ എന്താണ്? ഈ താഴെ കണ്ടോ? താഴെ ഒരു കാർഡ്ബോർഡാണ്. കാർഡ്ബോർഡിൽ ഇത് മാഗ്നറ്റ് ഇവിടെ ഉറപ്പിച്ചു വെച്ചു കാർഡ്ബോർഡിൽ. മനസ്സിലായല്ലോ? പിന്നെ മുകൾ ഭാഗത്തൊരു എന്താണ്? ഒരു കാർഡ്ബോർഡ് ഉണ്ട്. ദെൻ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് 2 മാഗ്നറ്റ് വെച്ചിട്ട് എന്താണ്? ഈ പെൻസിൽ ആ മാഗ്നറ്റിൻ്റെ ഭാഗത്തൂടെ കയറ്റി വെച്ചിരിക്കുകയാണ്. പക്ഷെ എന്താണ്? ഇത് ടച്ച് ചെയ്യുന്നില്ല. ക്ലിയർ ആണെന്നല്ലോ? എവിടെയും ടച്ച് ചെയ്യുന്നില്ല. ഈ പെൻസിൽ ഒരു സ്ഥലത്തും ടച്ച് ചെയ്യാതെ നിൽക്കുകയാണ് ചെയ്യുന്നത്. പെൻസിൽ എന്താണ്? 2 മാഗ്നറ്റ് ഉണ്ട്. അപ്പൊ പെൻസിൽ ഒരിടത്തും ടച്ച് ചെയ്യാതെ ഇങ്ങനെ എയറിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയല്ല ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ കാരണം എന്തായിരിക്കാം? അതാ ഇവിടെ നോക്കി, ഇവിടെ മാഗ്നറ്റ് ഉണ്ട്, താഴെ മാഗ്നറ്റ് ഉണ്ട് അല്ലേ. താഴെ മാഗ്നറ്റ് ഉണ്ടെങ്കിൽ എന്താണ്? അതിന്റെ എങ്ങനെയായിരിക്കാം? ഇവിടെ ഇതൊരു മാഗ്നറ്റ് ആണ്, ഇത് മാഗ്നറ്റ് ആണ്. അപ്പൊ എന്താണ്? ഇത് തമ്മിൽ ടച്ച് ചെയ്യാൻ നിൽക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? റിപ്പൽഷൻ അല്ലേ, റിപ്പൽ ചെയ്യുകയല്ലേ ചെയ്യുന്നത്. ടച്ച് ചെയ്യാൻ നിൽക്കുന്ന റിപ്പൽ ചെയ്യും. അത് റിപ്പൽ ചെയ്യുന്ന എപ്പോഴാണ്? സെയിം പോൾസ് ആവുകയാണെങ്കിൽ. അതിൽ ലൈക്ക് പോൾസ് ആണെങ്കിലല്ലേ റിപ്പൽ ചെയ്യുന്നത്. അതായത് ഒന്നെങ്കിൽ നോർത്തും ആയിരിക്കാം, അല്ലെങ്കിൽ സൗത്തും ആയിരിക്കാം. അത് ഇത് ഒന്നെങ്കിൽ എന്താണ്? നോർത്ത് ആയിരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് നോർത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് സൗത്ത് ആയിരിക്കാം. അപ്പൊ ഇതും സൗത്ത് ആയിരിക്കാം. അപ്പൊ എന്ത് സംഭവിക്കുന്നു? അവിടെ റിപ്പൽ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം വീഴായിരിക്കാനുള്ള കാരണം എന്താണ്? ലൈക്ക് പോൾസ് ആയിരിക്കാം അല്ലേ. ആ മാഗ്നറ്റിന് അവിടെ എന്താണ്? ലൈക്ക് പോൾസ് ആയതുകൊണ്ടായിരിക്കാം അത് റിപ്പൽ ചെയ്യാതെ നിൽക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇനി ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ പെൻസിലൂടെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുക നമ്മൾ മനസ്സിലായി അല്ലേ. ഇനി ഫ്ലോട്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ഈ പെൻസിലെ നമ്മൾ ടച്ച് ചെയ്യാതെ തന്നെ ഇതിനെ ഒന്നുകൂടെ മുകളിലോട്ട് ഉയർത്താനോ അല്ലെങ്കിൽ ഒന്നുകൂടെ മൂവ് ചെയ്യാനോ സാധിക്കുമോ? സാധിക്കും. എങ്ങനെയാണ് സാധിക്കുന്നത്? അവിടെ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് കൊണ്ടുവന്നാൽ നമുക്ക് സാധിക്കും ഇല്ല. എങ്ങനെയാണ് അവിടെ മാഗ്നറ്റിക് ഫോഴ്സ് കൊണ്ടുവരുന്നത്? നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ വേറൊരു മാഗ്നറ്റ് കൊണ്ടുവരുക അല്ലേ. വേറൊരു മാഗ്നറ്റ് കൊണ്ടുവരുവാണ്. അപ്പൊ എങ്ങനെയാണ് ഈ കൊണ്ടുവരുന്ന മാഗ്നറ്റിന്റെ പോൾസ്, ഇവിടുത്തെ ഈ പോൾസും ഈ പോളും എങ്ങനെയാണ്? ലൈക്ക് പോൾസ് ആവുകയാണെങ്കിൽ റിപ്പൽ ചെയ്യും അല്ലേ. അകന്നു പോവുകയല്ലേ, റിപ്പൽ ചെയ്യും. അപ്പൊ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കുമല്ലോ. ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ പോളും ഈ ഭാഗത്തെ പോളും എന്താണ്? ഒരുപോലെ ആവുകയാണെങ്കിൽ റിപ്പൽ ചെയ്ത് പോവും അല്ലേ. അപ്പൊ എന്താ? പെൻസിലിനെ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും, പൊക്കി മാറ്റാൻ സാധിക്കും. അൺലൈക്ക് പോൾസ് ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിങ്ങോട്ട് അട്രാക്ട് ചെയ്ത് നിൽക്കും. മനസ്സിലാവും? അപ്പോൾ ഒരു മാഗ്നറ്റ് കൊണ്ടുവരും, അതിന്റെ സെയിം പോൾ ആവുകയാണെങ്കിൽ, ലൈക്ക് പോൾസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആയാലോ പറഞ്ഞത്?
അപ്പൊ നമുക്ക് എന്ത് പറയാം, വേറെ മാഗ്നറ്റിന്റെ അടുത്തോട്ട് കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് സംഭവിക്കും, ലൈക്ക് പോൾസ് ആവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു, മാഗ്നറ്റ് റിപ്പൽ ചെയ്യും, അതായത് മൂവ് ചെയ്ത്, അതായത് നമുക്ക് ഈ പെൻസിലിനെ മൂവ് ചെയ്യാൻ സാധിക്കും. ഇനി അൺലൈക്ക് പോൾസ് ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, മുകളിലുള്ള മാഗ്നറ്റ് എന്നാണ് ഈ ഇതിലേക്ക് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്ത് നിൽക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ പറഞ്ഞത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ, അതാ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. 2 magnets are placed on a pencil. Another set of magnet is fixed firmly to cardboard below it. However, the upper magnet stays at a certain height without touching it. Why is the pencil is not falling down and floating in air like? എന്തുകൊണ്ടാണ് ആ മാഗ്നറ്റ് താഴേക്ക് വീഴാതെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ കാരണം എന്താണ്? ലൈക്ക് പോൾസ്, അവിടുത്തെ മാഗ്നറ്റിന്റെ ലൈക്ക് പോൾസ് ആയതുകൊണ്ടാണത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നതിന്റെ കാരണം. മനസ്സിലായല്ലോ? അത് ആൻസർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദ പെൻസിൽ ഡസ് നോട്ട് കേട്ടോ, അതാ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ പെൻസിൽ ഡസ് നോട്ട് ഫോൾ ഡൗൺ ബിക്കോസ് ദ ലൈക്ക് പോൾസ് ഓഫ് ദി 2 magnets ആർ ഫേസിങ് ഈച്ച് അതർ. അല്ലെ, മാഗ്നറ്റ്സ് വിത്ത് ലൈക്ക് പോൾസ് ആവുകയാണെങ്കിൽ, അതായത് നോർത്ത് പോളോ അല്ലെങ്കിൽ സൗത്ത് പോളോ ആണെങ്കിൽ എന്താണ്, റിപ്പൽ ചെയ്ത് നിൽക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ക്യാൻ യു മൂവ് ദ പെൻസിൽ ബാക്ക്വേർഡ് വിത്തൗട്ട് ടച്ചിങ് ഇറ്റ്? ഹൗ ക്യാൻ ഇറ്റ് പോസിബിൾ? അല്ലേ, നമുക്ക് ടച്ച് ചെയ്യാതെ ആ പെൻസിലിനെ പുറകോട്ട് വലിക്കാൻ സാധിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പുറകോട്ട് വലിക്കാൻ സാധിക്കും ഇല്ലേ, എസ് എന്ന് പറയാം. അത് എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? അതായത് നമുക്ക് വേറൊരു മാഗ്നറ്റ് കൊണ്ടുവരിക, അത് ലൈക്ക് പോൾസ് ആവുകയാണെന്നുണ്ടെങ്കിൽ മൂവ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടല്ലോ പറഞ്ഞത്. അതുപോലെ അൺലൈക്ക് പോൾസ് ആണ് വരുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, അത് അട്രാക്ട് ചെയ്യും. മനസ്സിലായല്ലോ? അത് ഈ ക്വസ്റ്റിന് ആൻസർ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. യെസ്, യു ക്യാൻ മൂവ് ദ പെൻസിൽ ബാക്ക്വേർഡ് വിത്തൗട്ട് ടച്ചിങ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? അതിന് പോസിബിൾ ആകാൻ കാരണം മാഗ്നറ്റിക് ഫോഴ്സ് മൂലമാണ്. അതായത് വേറൊരു മാഗ്നറ്റ് നമ്മൾ കൊണ്ടുവരുവാണ്. അപ്പം ലൈക്ക് പോൾസ് ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, മാഗ്നറ്റ് റിപ്പൽ ചെയ്യും, അപ്പോൾ പെൻസിൽ മൂവ് അവേ ആയി പോകും. ഇനി അൺലൈക്ക് പോൾസ് ആവുകയാണെങ്കിൽ അട്രാക്ട് ചെയ്യും, അപ്പോൾ പെൻസിൽ മൂവ് ടുവാർഡ്സ് അതർ മാഗ്നറ്റ്, ആ പെൻസിൽ മറ്റേ മാഗ്നറ്റിനെ അങ്ങോട്ട് മൂവ് ചെയ്യും. So by using the repulsive or attractive magnetic force, the pencil can be moved without any physical contact. അല്ലെ, പെൻസിൽ നമുക്ക് ഫിസിക്കൽ കോണ്ടാക്ട് ഒന്നുമില്ലാതെ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. മനസ്സിലായല്ലോ? അപ്പം ഈ മാഗ്നറ്റിന്റെ ഈ പ്രോപ്പർട്ടി നമ്മൾ എവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നാണ് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ മാഗ്ലേവ് ട്രെയിൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂട്ടി ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഈ മാഗ്ലേവ് ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഉപയോഗിച്ച്, അതായത് മാഗ്ലേവ് ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്നാണ് മാഗ്ലേവ് ട്രെയിൻസ് ഉദ്ദേശിക്കുന്നത്. അതായത് ട്രെയിനിന്റെ ഒക്കെ ചക്രങ്ങളുണ്ടല്ലോ, വീൽസ് നമ്മൾ ആ റെയിലിൽ ടച്ച് ചെയ്യാതെ മൂവ് ചെയ്യും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ട്രെയിനാണ് നമ്മൾ മാഗ്ലേവ് ലെവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മാഗ്ലേവ് ട്രെയിൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ്. ക്ലിയർ ആയല്ലോ? അത് അവിടെ എഴുതിയിട്ടുണ്ട്. മാഗ്ലേവ് ട്രെയിൻസ് ഓർ മാഗ്നറ്റിക് ലെവിറ്റേഷൻ ട്രെയിൻസ് ആർ ടൈപ്സ് ഓഫ് ട്രെയിൻസ് ദാറ്റ് റൺസ് വിത്തൗട്ട് വീൽസ്. അതിന് വീൽസ് ഇല്ല കേട്ടോ. ദീസ് ട്രെയിൻസ് യൂസ് പവർഫുൾ ഇലക്ട്രോമാഗ്നറ്റ്സ് ലൊക്കേറ്റഡ് ബോത്ത് ഓൺ ദ അണ്ടർ സൈഡ് ഓഫ് ട്രെയിൻ ആൻഡ് അലോങ് ദ ട്രാക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ പെൻസിലിന്റെ കേസ് കണ്ടില്ലേ, ടച്ച് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഒരു മാഗ്നറ്റ് ഉണ്ട്, ഇവിടെ ഒരു മാഗ്നറ്റ്, അപ്പം ടച്ച് ചെയ്യാൻ നിൽക്കണം. അപ്പം അതേ പ്രോപ്പർട്ടിയിൽ തന്നെയാണ് ട്രെയിൻ. ഇപ്പം ഇത് ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, മാഗ്നറ്റ് അവിടെ ഉണ്ടായിരിക്കും, അപ്പം ടച്ച് ചെയ്യാതെ അത് മൂവ് ചെയ്യുക. അപ്പം അങ്ങനെ ടച്ച് ചെയ്യാതെ മൂവ് ചെയ്യുന്ന ഫലമായിട്ട് നമുക്ക് ഫ്രിക്ഷനൊക്കെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഡിസൈനും പ്രത്യേക രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. Due to their special design, the magnet attracts and repel each other, causing the train to be suspended or levitated above the track. The absence of physical contact between the train and the track eliminates friction. Friction അവിടെ eliminate ചെയ്യാൻ സാധിക്കും. This lack of friction allows maglev trains to reach extremely high speed without minimal energy loss. It is also results in significantly quieter and smoother ride compared to conventional wheeled trains. നമ്മൾ സാധാരണയുള്ള വീൽഡ് ട്രെയിനേക്കാളും ഒരുപാട് എനർജി സേവ് ചെയ്യുന്നുണ്ട്. കാരണം ടച്ച് ചെയ്യുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? നമ്മൾ റെയിൽസിൽ ടച്ച് ചെയ്യുന്നില്ല. അതാ ഇവിടെ നോക്കട്ടെ, ഫിഗർ കൊടുത്തിട്ടുണ്ട് കണ്ടല്ലേ, റെയിൽസിൽ അവിടെ ടച്ച് ചെയ്യുന്നില്ല. കണ്ടോ, റെയിൽസിൽ ടച്ച് ചെയ്തോണ്ടല്ലേ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോമാഗ്നറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ ട്രെയിനിന്റെ ഇവിടെ അടിഭാഗത്തുമായിട്ട് മാഗ്നറ്റ്സ് ഉണ്ട്. അപ്പൊ ടച്ച് ചെയ്യുന്നില്ല. സെയിം പോൾസ് ഇവിടെ വന്നു, അപ്പൊ ടച്ച് ചെയ്യാൻ റിപ്പൽ ചെയ്ത് നിൽക്കും, എന്നിട്ട് സ്മൂത്ത് ആയിട്ട് ട്രാവൽ ചെയ്യും. അപ്പൊ എന്താണ്, ഈ ടച്ച് ചെയ്യുമ്പോൾ അതാണ് സംഭവിക്കുന്നത്, ഫ്രിക്ഷനൊക്കെ സംഭവിക്കില്ല. അപ്പൊ ഫ്രിക്ഷൻ സംഭവിച്ചാൽ ഒരുപാട് എനർജി വേസ്റ്റ് ആയി പോകും ഇല്ല. അപ്പൊ അതൊക്കെ ഒഴിവാക്കി നല്ല ഫാസ്റ്റ് ആയിട്ട്, ടച്ച് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് തന്നെ എനർജി ലോസ് ഒന്നും ഇല്ലാതെ നല്ല ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്ത് പോകാൻ സാധിക്കും. ശബ്ദ മലിനീകരണം ഇല്ല, സൗണ്ട് പൊല്യൂഷൻ, ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോൾ എന്താണ് സൗണ്ട് പൊല്യൂഷൻ ഒക്കെ ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് കൂടിയ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ട്രെയിനെ നമ്മൾ പറയുന്ന പേരാണ് മാഗ്ലെവ് ട്രെയിൻ എന്ന് പറയും കേട്ടോ. മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്നാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ മാഗ്നറ്റിക് ലെവിറ്റേഷൻ പറഞ്ഞില്ലേ, ഈ മാഗ്നറ്റിക് ലെവിറ്റേഷൻ ആണ് നമ്മൾ മാഗ്ലെവ് ട്രെയിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മാഗ്നറ്റിക് ലെവിറ്റേഷൻ നമ്മൾ ഈ ടെക്നോളജിനെ പറഞ്ഞിരിക്കുന്ന മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്നാണ് പറയുന്നത്. അതായത് ടച്ച് ചെയ്യാതെ മൂവ് ചെയ്യുന്നതിനെ പറയുന്നത്
അപ്പോൾ അത് മാഗ്ലേവ് ട്രെയിൻസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ മാഗ്ലേവ് ലോഞ്ച് സിസ്റ്റം നമ്മളെന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ള എന്താണ് സ്പേസ് ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, സ്പേസ് ക്രാഫ്റ്റിനൊക്കെ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയൊക്കെ കേട്ടോ, അങ്ങനെ പറയാം കേട്ടോ. മാഗ്ലേവ് ലോഞ്ച് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്പേസ് ക്രാഫ്റ്റിനൊക്കെ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മാഗ്നറ്റിക് ബെയറിങ്സ് കേട്ടോ, മാഗ്നറ്റിക് ബെയറിങ്സിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, കേട്ടോ. അതെന്ന് വെച്ചാൽ എന്താണ് ഈ ഫ്രിക്ഷൻ, അതായത് ഫ്രിക്ഷൻ ഇല്ല, മെഷീനിലൊക്കെ ഉണ്ടല്ലോ ഫ്രിക്ഷൻ ഇല്ലാതെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് മാഗ്നറ്റിക് ബെയറിംഗ് ഒക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ എന്താണ് വയർലെസ് ആയിട്ടുള്ള ചാർജസുകളൊക്കെ ഉണ്ട്, അതിനുവേണ്ടിയൊക്കെ നമ്മൾ ഈ മാഗ്നറ്റിക് ലെവിറ്റേഷൻ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അവിടെ നോക്കി അതർ യൂസസ് ഓഫ് മാഗ്നറ്റിക് ലെവിറ്റേഷൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു. മാഗ്ലേവ് ട്രെയിൻസിൽ ഫോർ ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് ട്രാവലിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. മാഗ്ലേവ് ലോഞ്ച് സിസ്റ്റം ടു ലോഞ്ച് സ്പേസ് ക്രാഫ്റ്റ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ലെവിറ്റേറ്റിംഗ് ഗ്ലോബ്സ് ആൻഡ് ടോയ്സ് ഡിസ്പ്ലേക്കൊക്കെ കാണിക്കാൻ വേണ്ടി അത് വേണമുണ്ട്. പിന്നെ വയർലെസ് ചാർജസ് ഫോർ കോണ്ടാക്ട്ലെസ് എനർജി ട്രാൻസ്ഫർ. അതുപോലെ തന്നെ വിൻഡ് ടർബൈൻസ്, അതായത് ടർബൈൻസിലൊക്കെ എന്താണ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മൾ ഈ മാഗ്നറ്റിക് ലെവിറ്റേഷൻ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയല്ലോ. അപ്പൊ എന്താണ് ഈ മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ടച്ച് ചെയ്യാതെ, മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ടച്ച് ചെയ്യുന്നില്ല അല്ലേ, രണ്ട് പോർഷൻസ് തമ്മിൽ ടച്ച് ചെയ്യാതെ മാഗ്നറ്റിക് ശക്തി അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ കാന്തിക ശക്തി ഉപയോഗിച്ചിട്ട് ഒരു വസ്തുവിനെ വായുവിൽ നിർത്തുവാണ് ചെയ്യുന്നത് അല്ലെ. ടച്ച് ചെയ്യാതെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ഒരു വസ്തുവിനെ വായുവിൽ നിർത്തുന്ന പ്രതിഭാസമാണ് നമ്മൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഒന്നെങ്കിൽ അട്രാക്ഷൻ മൂലം അല്ലെങ്കിൽ എന്താണ് റിപ്പൽഷൻ മൂലം ഇല്ലേ, അത് ഒരു പ്രത്യേക രീതി ഗ്രാവിറ്റീനെ എന്താണ് ബാലൻസ് ചെയ്തിട്ടാണ് അത് സാധ്യമാവുന്നത്. ക്ലിയർ ആയല്ലോ. ദാറ്റ് ഇസ് എ മാഗ്നറ്റിക് ലെവിറ്റേഷൻ. ഇത് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, മാഗ്നറ്റിക് ലെവിറ്റേഷൻ ഈസ് ദ എന്താണ് ഫിനോമിനൻ വേർ ആൻ ഒബ്ജക്റ്റ് ഈസ് മെയ്ഡ് ടു ഫ്ലോട്ട് ഇൻ ദ എയർ യൂസിങ് മാഗ്നറ്റിക് ഫോഴ്സ്. മാഗ്നറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉപയോഗിച്ച് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് ഉപയോഗിച്ചിട്ട് വസ്തുവിനെ വായുവിൽ നിർത്തുന്ന ഒരു പ്രതിഭാസമാണ് മാഗ്നറ്റിക് ലെവിറ്റേഷൻ ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇറ്റ് ഹാപ്പൻസ് എപ്പോഴാണ്? വെൻ ദ മാഗ്നറ്റിക് റിപ്പൽഷൻ ഓർ അട്രാക്ഷൻ ബാലൻസ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. അതായത് കാന്തിക വികർഷണം അല്ലെ, അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ അല്ലെ, വികർഷണം അല്ലെങ്കിൽ അട്രാക്ഷൻ, ആകർഷണമോ ഗുരുത്വാകർഷണ ബലത്തെ സന്തുലിതമാക്കുമ്പോഴാണ്, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഉണ്ടല്ലോ, ആ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയെ ബാലൻസ് ചെയ്യുമ്പോഴാണ് ഇത് സാധ്യമാവുന്നത്. ദാറ്റ് ഈസ് എ മാഗ്നറ്റിക് ലെവിറ്റേഷൻ. മനസ്സിലായല്ലോ. ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കിയിരിക്കുക. മാഗ്നറ്റിസം കേട്ടോ, മാഗ്നറ്റിസത്തിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടി എവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ പഠിച്ചത്. മാഗ്നറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഓർത്തിരിക്കുക. ലൈക്ക് ചാർജസ് എങ്ങനെയാണ് റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജസ് അട്രാക്ട് ചെയ്യുന്നത് മനസ്സിലാക്കി അത് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് ആണ് നമ്മൾ കണ്ടത്. മാഗ്നറ്റിക് ലെവിറ്റേഷൻ ആണ് നമ്മൾ കണ്ടത്. ദെൻ അത് എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ കണ്ടു. എന്താണ് മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന് മനസ്സിലാക്കിയിരിക്കുക. അതായത് മാഗ്നറ്റിക് ഫോഴ്സ് ഉപയോഗിച്ച് ഒരു വസ്തുവിനെ വായുവിൽ നിർത്തുന്ന ഒരു പ്രതിഭാസം. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? റിപ്പൽഷനോ അട്രാക്ഷനോ മൂലം ഇല്ലേ, റിപ്പൽഷനോ അട്രാക്ഷനോ ഗുരുത്വാകർഷണ ബലത്തെ ആ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഉണ്ടല്ലോ അതിനെ ബാലൻസ് ചെയ്ത് നിൽക്കും. അപ്പം അത് മൂലമാണത് എയറിൽ നിൽക്കുന്നത്. ദാറ്റ് ഈസ് എ മാഗ്നറ്റിക് ലെവിറ്റേഷൻ. പഠിക്കുക, മനസ്സിലാക്കിയിരിക്കുക. ഞാൻ പറഞ്ഞു ഇത് ബേസിക് ആണ്, അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ആദ്യം തന്നെ മനസ്സിലാക്കി പോവുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു സെക്ഷനിലുള്ളത്. അപ്പം ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ ബാക്കി സെക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്